മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ ഇനി 24 മണിക്കൂറും ഷാഡോ പോലീസിന്റെ നിരീക്ഷണം. കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാരത്തിനെത്തിയ കുടുംബത്തെ ആക്രമിച്ച സംഭവത്തിന് പിന്നാലെയാണ് മൂന്നാർ പോലീസ് നിരീക്ഷണം ശക്തമാക്കുന്നത്. അതേസമയം കുടുംബത്തെ ആക്രമിച്ച പ്രതികൾക്കായി അന്വേഷണവും പോലീസ് ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസമായിരുന്നു മൂന്നാർ ഇക്കാനഗറിൽ വാഹനം റോഡരികിൽ നിർത്തിയതുമായി ബന്ധപ്പെട്ട് കാറിലെത്തിയ ഒരു സംഘം എറണാകുളത്തു നിന്ന് വിനോദസഞ്ചാരത്തിനെത്തിയ കുടുംബത്തെ ആക്രമിക്കുന്നത്. വാഹനം റോഡരികിൽ നിർത്തിയതുമായി ബന്ധപ്പെട്ട് ആദ്യം വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും പിന്നീട് ഇവിടെ നിന്നും മടങ്ങിയ സഞ്ചാരികളെ മൂന്നാർ ടൗണിൽ വെച്ച് പിന്നാലെ കാറിലെത്തിയ സംഘം ആക്രമിക്കുകയും ആയിരുന്നു. ആക്രമണത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും കുട്ടിക്കും പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്ന് ഇവർ മൂന്നാർ പോലീസിൽ പരാതി നൽകി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. സഞ്ചാരികളെ മർദ്ദിച്ച പ്രതികൾ ഒളിവിലാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. മൂന്നാറിലെത്തുന്ന സഞ്ചാരികളെ ആക്രമിച്ചാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും 24 മണിക്കൂറും മൂന്നാറിന്റെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഷാഡോ പോലീസിന്റെ സേവനവും ലഭ്യമാക്കുമെന്ന് മൂന്നാർ ഡിവൈഎസ്പി എസ് ചന്ദ്രകുമാർ പറഞ്ഞു. ടൂറിസം മേഖലയിൽ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങളെ പോലീസ് വളരെ ശക്തമായിട്ടാണ് കാണുന്നത്. ശക്തമായ നടപടികൾ സീരിയസ് ആയി കാണുകയും ശക്തമായ നടപടി സ്വീകരിക്കുകയും ചെയ്യുക. അതിന്റെ ഭാഗമായിട്ട് ഒരിക്കലും ഒരാൾ ഗൈഡ് ആണെങ്കിൽ അയാൾ കേസിൽ പെട്ട് കഴിഞ്ഞാൽ അയാളെ പെർമനന്റ് ആയിട്ട് ഗൈഡ് സമ്പ്രദായത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി ജില്ലാ പോലീസ് മേധാവി വഴി ഡിസ്ട്രിക്ട് കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഈ ഏതെങ്കിലും ആക്രമണത്തിൽ വസ്തുക്കൾക്കോ ഏതെങ്കിലും വാഹനങ്ങൾക്കോ കേടുപാടുകൾ ഉണ്ടായെങ്കിൽ അയാളുടെ റവന്യൂ റിക്കവറി ചെയ്യാനുള്ള നടപടികൾക്ക് ഡാമേജ് ഈടാക്കാനുള്ള നടപടികൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്ത് അത് ചെയ്യും. ഗൈഡുമാരോ ഡ്രൈവർമാരോ സഞ്ചാരികളെ ഉപദ്രവിച്ചാൽ ഗൈഡുമാരെ ഈ ജോലിയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനും ഡ്രൈവർമാരുടെ ലൈസൻസ് അടക്കം റദ്ദാക്കുന്നതിനും ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വഴി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. നടപടിക്ക് മുന്നോടിയായി കൃത്യമായ ബോധവൽക്കരണം നടത്തിയ ശേഷം മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് കർശന നടപടി സ്വീകരിക്കാൻ തന്നെയാണ് മൂന്നാർ പോലീസിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, അടിമാലി.